ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ടിപ്സ് ബൈ ജിസി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 4 രൂപയുടെ കംഫർട്ട് പൗച്ച് കൊണ്ട് നമുക്ക് ഒരുപാട് വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്രദമായ കുറേ ടിപ്സുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഒരുപാട് മണി സേവിങ്സ് ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് മാത്രമുള്ള ടിപ്സാണ്. ഒന്നും നമുക്ക് ആവശ്യമില്ല, ഈ കംഫർട്ട് മാത്രം മതി നമ്മുടെ വീട്ടിലെ എല്ലാ ക്ലീനിങ്ങും, നമ്മുടെ വീട് എപ്പോഴും പുത്തനായി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരുപാട് ടിപ്സുകളുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് വരുന്നത്, നമ്മുടെ ടോയ്ലറ്റിലൊക്കെ ദുർഗന്ധം അകറ്റാനായിട്ട് നമ്മൾ ഓഡോനിൽ പോലെ എയർ ഫ്രഷ്നറൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അതുപോലെ നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് മേടിക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കൊരു എയർ ഫ്രഷ്നർ ഉണ്ടാക്കുന്നതാണ് കാണാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു ചെറിയ കണ്ടെയ്നർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു പിടി കല്ലുപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കംഫർട്ട് അതിലേക്ക് നല്ലപോലെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. കല്ലുപ്പിന് വന്നിട്ട് നമ്മുടെ നെഗറ്റീവ് എനർജി, ബാഡ് സ്മെല്ല് ഒക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കല്ലുപ്പിലേക്ക് നമ്മൾ ഈ കംഫർട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കംഫർട്ടിൻ്റെ മണവും കല്ലുപ്പിൻ്റെ ആ നെഗറ്റീവ് എനർജി ആകർഷിക്കാനുള്ള ആ ഒരു കഴിവും ബാഡ് സ്മെല്ലൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ കല്ലുപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഗ്രാമ്പുവും നെഗറ്റീവ് എനർജിയും ബാഡ് സ്മെല്ലും ഒക്കെ കളയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ ഉപ്പിലേക്ക് നമ്മൾ കുറച്ച് ഗ്രാമ്പു കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെച്ചിരിക്കുന്നത് പോലെ തന്നെ കുറച്ചധികം ഗ്രാമ്പു അങ്ങനെ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കണ്ടെയ്നറിൻ്റെ മൂടിയിൽ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി നമ്മളിത് അടച്ചു വെച്ച് നമ്മുടെ ബാത്റൂമിനകത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഒരു സുഗന്ധം നമ്മുടെ ബാത്റൂമിനകത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ബാഡ് സ്മെല്ലോ നെഗറ്റീവ് എനർജിയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ ബാത്റൂം എന്നും സുഗന്ധകരമായിട്ട് എന്നും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിങ്ങൾക്ക് ഈ ടിപ്സ് ഒരുപാട് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ കടയിൽ നിന്നും മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന ഓഡോനിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ലൊക്കെ പോയി നമുക്കതൊന്നിനും ഉപകാരപ്രദമല്ലാതെ ആയി പോകും. പക്ഷേ ഇത് നമ്മൾ കുറേ നാൾ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ബാത്റൂമിനകത്ത് വെക്കുകയാണെങ്കിൽ കുറേ നാളിൽ ആ സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തന്നെ പിന്നെയും കംഫർട്ട് ഒഴിച്ച് കുറച്ച് നാൾ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക്. അപ്പോൾ അടുത്ത ടിപ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന കംഫർട്ട് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിൽ നോൺ വെജൊക്കെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് കിച്ചണിനകത്തും സിങ്കിനകത്തും വളരെ ആയിട്ട് ആ നോൺ വെജിൻ്റെ ഒരു ഉളുപ്പ് സ്മെല്ല് ഉണ്ടാവില്ലേ, ആ സ്മെല്ല് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ ഗസ്റ്റുകൾ ആരെങ്കിലും വരുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് ഈ നോൺ വെജിൻ്റെയൊക്കെ സ്മെല്ല് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും. വീടുകളിലാവുമ്പോൾ അത്രയും പ്രശ്നം വരില്ല, എന്നിരുന്നാലും ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ എയർ ഒന്നും പുറത്തു പോകാനുള്ള ഒരു ഇതില്ലാതെ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. വീട് മൊത്തം ആ നോൺ വെജിൻ്റെ സ്മെല്ലായിരിക്കും. മീനൊക്കെ വറുക്കുന്ന സമയത്തായാലും ചിക്കനൊക്കെ പൊരിക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ സ്മെല്ലുണ്ടാകും. അപ്പോൾ ഈ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കംഫർട്ട് ഒഴിച്ചു ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക്. ഇപ്പം നമ്മൾ ഒരു മൂടി ഡെറ്റോൾ കൂടെ ഒഴിക്കുകയാണ്. ഡെറ്റോൾ ഓപ്ഷനിലാണ്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെറ്റോൾ കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെറ്റോൾ വന്നിട്ട് ഒരു ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗസ് അങ്ങനെയുള്ള നമുക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ നമ്മളിത് നോൺ വെജ് പാകം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ അടുക്കളയിൽ എന്തെങ്കിലും ബാക്ടീരിയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതുകൂടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുകൂടെ ചെയ്യുന്നത്. അത് മാത്രമല്ല, അതിലേക്ക് ഒരു സ്പൂണ് കൂടെ നമ്മൾ ബേക്കിംഗ് സോഡ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീ വളരെ കുറച്ച് തന്നെ വെക്കണം. എന്താണെന്ന് വെച്ചാൽ നല്ലോണം അത് പതപൊങ്ങി പുറത്തേക്ക് വരും. അപ്പോൾ അതുകൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇത് ഡെറ്റോളും ബേക്കിംഗ് സോഡയും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ട് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ സിങ്കിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിങ്കിലെ ആ ബാഡ് സ്മെല്ലൊക്കെ മാറി, ആ നോൺ വെജിൻ്റെ ആ ഉളുമ്പ് സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അതുമല്ലാതെ നമ്മൾ ഈ കംഫർട്ട് ഒഴിച്ച് തിളപ്പിക്കുന്ന
ഡെറ്റോളൊക്കെ ഒഴിച്ച് തിളപ്പിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന് വേണ്ടി നല്ലൊരു സുഗന്ധമായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് വന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ആ വെള്ളം കംഫർട്ട് കലക്കിയ വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലൊരു ബോട്ടിലുണ്ടെങ്കിൽ ആ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കിച്ചണൊക്കെ നമുക്കതൊന്ന് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതും നമ്മുടെ കിച്ചണിനകത്ത് ഒരുപാട് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടൊരു ഇതാണ്. ഈ മണം മീൻ വറുക്കുന്നതിൻ്റെയൊക്കെ സ്മെല്ല് പോയിട്ട് നല്ലൊരു മണം അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പും ഒക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് നല്ലപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വൃത്തിയും നല്ല സുഗന്ധമുള്ള ഒരു അടുക്കളയിൽ നമുക്ക് ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഇതുപോലുള്ള ടിപ്സുകൾ നിങ്ങൾ കഴിയുന്നത് ദിവസവും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പറ്റാത്തവർക്കാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ നമ്മളിത് വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും നമ്മുടെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയോടുകൂടിയും സുഗന്ധത്തോടുകൂടിയും ഇരിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെ കതകുകളുടെയും ജനലുകളുടെയും ഒക്കെ ഉള്ള കർട്ടനുകൾ, അത് നമുക്ക് എപ്പോഴും നമ്മൾ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ 15 ദിവസത്തിൽ ഒരു തവണയോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെല്ലാവരും വാഷ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും വാഷ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും കഴുകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ ലിക്വിഡ് വന്ന് ഒന്ന് നമ്മുടെ ജനലിലെ കർട്ടൻസിലും കതവിൻ്റെ കർട്ടൻസിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു മണം വീടിനകത്ത് ഫീൽ ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റൂമിനകത്തായാലും എല്ലാം വീട് മുഴുവനുള്ള കർട്ടൻസിലും ഒക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് പാടൊന്നും വരില്ല. സ്പ്രേ ആയതുകൊണ്ട് നമുക്ക് ആ തുണി പാടുകളോ അങ്ങനെയൊന്നും വരില്ല. നല്ല കർട്ടനും എല്ലാം അതിന് നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യാൻ കഴിയും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂമിനകത്തുള്ള നമ്മുടെ ബെഡ്ഷീറ്റ്, ഇത് കൂടുതലും മഴക്കാലത്തൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുക. അല്ലാത്ത സമയത്ത് നമുക്കിത് എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നമുക്കിപ്പോൾ കഴുകി എപ്പോഴും ആഴ്ചയിൽ ഒരു തവണയൊക്കെ കഴുകാനൊക്കെ ആയിരിക്കും നമുക്ക് ഇതായിരിക്കുക. ആ സമയത്ത് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് കഴുകാൻ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ എടുത്ത് നമ്മുടെ ബെഡ്ഷീറ്റിലും തലയണയിലും ഒക്കെ ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ റൂമിനകത്തും നമ്മുടെ ബെഡിലും അതൊക്കെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതുകൊണ്ട് തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല. നല്ലൊരു മണവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല റൂമിനകത്ത് വീട്ടിനകത്ത് മൊത്തം നല്ലൊരു ഫീൽ ഉണ്ടാവും കേട്ടോ. നല്ലൊരു ഫീലായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത ടിപ്പായിട്ട് വരുന്നത്, നമ്മൾ തുണികൾ വന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ കംഫർട്ടിൽ മുക്കി വാഷ് ചെയ്താലും അത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കുന്ന സമയത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ടുണ്ടാകും. നമ്മളിപ്പോൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണി എടുക്കുന്ന സമയത്ത് അതിന് അത്ര സ്മെല്ലൊന്നും കാണില്ല. നല്ലൊരു സ്മെല്ല് വേണം. ഇപ്പോൾ നമ്മൾ കോട്ടൺ തുണിയൊക്കെയാണ് നമ്മളിപ്പോൾ അയൺ ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് വെള്ളമൊക്കെ അതിൽ തെളിച്ച് തന്നെ നമ്മൾ അയൺ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ ഒരുപാട് ചുളുക്കുകളൊക്കെ ഉള്ള നമ്മൾ ഷർട്ടോ എന്ത് തുണിയായാലും നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ കംഫർട്ട് കലക്കിയ വെള്ളം കൊണ്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് ഇത് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് നന്നായിരിക്കും കേട്ടോ. നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതുപോലൊരു കിച്ചൺ ടവലോ നമ്മൾ കിച്ചൺ തുളയ്ക്കുന്ന ഒരു തുണി എടുത്തതിന് ശേഷം അത് കുറച്ചൊന്ന് നനച്ച് അതിലേക്ക് കുറച്ച് കംഫോർട്ട് ഒഴിച്ച് നമ്മൾ ഡെയിലി കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒന്ന് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവും എല്ലാം നമ്മളിങ്ങനെ തുടയ്ക്കുകയാണെങ്കിൽ എന്നും നമ്മുടെ അടുക്കള എന്നും നല്ല നറുമണത്തോടു കൂടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞുമക്കളുള്ള എല്ലാ അമ്മമാർക്കും ഇത് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഈ ടിപ്സ് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ മൂത്രം ഒഴിക്കുകയും ബാത്റൂമിൽ പോവുകയൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് ഫ്ലഷ് ചെയ്യാതെയും ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില കുട്ടികളാണെങ്കിൽ മൂത്രം ഒഴിച്ച് വെള്ളം ഫ്ലഷ് ചെയ്യുകയൊക്കെ ചെയ്യും. ചില കുട്ടികൾ പറഞ്ഞാലേ കേൾക്കില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അവർ അനുസരിക്കില്ല. അവർ അങ്ങനെ തന്നെ ചെയ്തിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആ സമയങ്ങളിൽ നമ്മൾ ബാത്റൂമിൽ ഇതുപോലൊരു ബോട്ടിലിൽ കുറച്ച് വെള്ളവും അതിലേക്ക് കുറച്ച് കംഫോർട്ടും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ഹോളൊക്കെ അതിൻ്റെ മൂടിയിൽ ഒരു ഹോളൊക്കെ ഉണ്ടാക്കി നമ്മളത് ബാത്റൂമിൽ കൊണ്ടുപോയി എപ്പോഴും സ്ഥിരമായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിൽ ഓരോ തവണ നമ്മുടെ മക്കൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ മുതിർന്നവർ യൂസ് ചെയ്യുന്നതാകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ തവണയും നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളൊന്ന് സ്പ്രേ എല്ലാ ഭാഗത്തും ആ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാത്റൂം എപ്പോഴും വൃത്തിയായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ പോലും നമ്മൾ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിലും വലിയ രീതിയിൽ ക്ലീൻ ചെയ്തിട്ടൊന്നും ഉണ്ടെങ്കിൽ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ബാത്റൂമിനകത്തുള്ള ബാഡ് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ബാത്റൂം അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, ഇതുപോലൊരു 1 യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പേപ്പർ ഗ്ലാസ്സോ ഒരു ഡപ്പയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പേപ്പർ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 ഇതുപോലുള്ള ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒരു 4ആയി മടക്കുക. 2 ടിഷ്യൂ പേപ്പർ 4ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഈ ഗ്ലാസ്സിനകത്തേക്ക് അത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 ടിഷ്യൂ പേപ്പർ നല്ലപോലെ അത് 4ആയി മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് കംഫോർട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഈ കംഫോർട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ
നമ്മുടെ അലമാരയിൽ തുണി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണികൾക്കൊക്കെ അലമാരയ്ക്കകത്തും തുണികൾക്കും ഒക്കെ നല്ലൊരു മണം എപ്പോഴും ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. മഴക്കാലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉപകരിക്കുക. മഴക്കാലങ്ങളിൽ എത്ര നമ്മൾ തുണി ഉണങ്ങി എന്ന് പറഞ്ഞ് മടക്കി വെച്ചിരുന്നാലും ഒരു നനവിൻ്റെ ഒരു മണം, ഒരു സ്മെല്ല് എപ്പോഴും ആ തുണികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലൊരു ടിപ്പ് നമ്മൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തുണികളും നമ്മുടെ അലമാരയും എപ്പോഴും ഒരു നല്ല മണത്തോടു കൂടെ തന്നെ ഉണ്ടാവും. ഇത് വളരെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക കൂടെ ചെയ്യുക കേട്ടോ. അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ ബക്കറ്റ് വെള്ളത്തിലേക്ക് നമ്മൾ ഒരു മൂടി ഡെറ്റോൾ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ലാതെ നമ്മൾ അതേ മൂടിയിൽ തന്നെ കുറച്ച് കംഫർട്ട് കൂടെ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഈ വെള്ളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വീട് തുടയ്ക്കാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കാം. ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ പുഴുങ്ങിയ മുട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത്, നമ്മുടെ വീട്ടിൽ മക്കളും പുഴുങ്ങിയ മുട്ട കഴിക്കുന്ന സമയത്ത് മുട്ടയുടെ മഞ്ഞ കഴിക്കാറില്ല. അപ്പോൾ ആ മഞ്ഞ വന്നിട്ട് അവരെ നിലത്തിടുകയും ഒക്കെ നിലത്തൊക്കെ ആക്കി നമ്മൾ ടൈൽസിലൊക്കെ അതൊക്കെ പതിഞ്ഞ് നമ്മൾ അത് അടിച്ചു വാരി തുടച്ചാലും ആ മുട്ടയുടെ ഒരു ഉളുമ്പ് സ്മെല്ല് മാറുകയില്ല. അപ്പോൾ അതിന് നമുക്ക് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ട് ഒരു മൂടി ഡെറ്റോൾ ഇത് മിക്സ് ചെയ്ത മിശ്രിതത്തിൽ നമ്മൾ വീടൊന്ന് നല്ലപോലെ ഒന്ന് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുട്ടയുടെ ഉളുമ്പ് സ്മെല്ല് ഒന്നും വീടിനകത്ത് ഉണ്ടാവില്ല. നല്ല ഒരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ഇതേ നമ്മുടെ ഫ്ലോർ ക്ലീനറൊക്കെ വെച്ച് നമ്മൾ ലൈസോൾ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു സ്മെല്ല് അത് തുടച്ച് കഴിഞ്ഞാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ വീടിനകത്ത് ആ ഒരു ഉളുമ്പ് സ്മെല്ല് ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് 1-2 തവണ തുടച്ചാലേ നമുക്ക് അങ്ങനെ മാറിയുള്ളൂ. പക്ഷേ ഇങ്ങനെയൊന്നും നമ്മൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഉളുമ്പ് സ്മെല്ല് ഒരു തവണ തുടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് വീട്ടിനകത്ത് നിന്ന് പോയി കിട്ടും. നല്ലൊരു മണം നമ്മുടെ വീടിനകത്ത് നമുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.